ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് ഐ ടി. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ DFCCIയിലേക്ക് 1074 ഒഴിവുകളുമായി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാം, ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ITI, ഡിഗ്രി, ഡിപ്ലോമ, MBA തുടങ്ങിയ യോഗ്യതകളുള്ളവർക്ക് ഇതിൽ വിവിധ പോസ്റ്റുകളിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമില്ല. ജൂനിയർ മാനേജർ, ജൂനിയർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് 2021 ജൂലൈ 23 ഇനി അപേക്ഷിക്കാൻ കഴിയുന്ന ഓരോ പോസ്റ്റും ആ പോസ്റ്റിന് വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസും നോക്കാം. ആദ്യം ജൂനിയർ മാനേജർ സിവിൽ. അതിന് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 60% കുറയാത്ത മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജൂനിയർ മാനേജർ സിവിൽ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വരുന്ന എല്ലാ പോസ്റ്റിനും അതിൻ്റെ ക്വാളിഫിക്കേഷനിൽ 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി ജൂനിയർ മാനേജർ ഓപ്പറേഷൻ ആൻഡ് BD നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ്, ബിസിനസ് ഓപ്പറേഷൻ, കസ്റ്റമർ റിലേഷൻ അല്ലെങ്കിൽ ഫിനാൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ MBAയോ PGDBAയോ PGDMO ഉണ്ടെങ്കിൽ അവർക്ക് ജൂനിയർ മാനേജർ ഓപ്പറേഷൻ ആൻഡ് BD എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ മാനേജർ മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിൽ ഏതെങ്കിലും 60% കുറയാത്ത മാർക്കോടെ ബാച്ചിലർ ഡിഗ്രി ഉള്ള എല്ലാവർക്കും ജൂനിയർ മാനേജർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി എക്സിക്യൂട്ടീവ് സിവിൽ എന്ന പോസ്റ്റിൻ്റെ യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സിക്യൂട്ടീവ് സിവിൽ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി അടുത്ത പോസ്റ്റായ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ അതിനുവേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, പവർ സപ്ലൈ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഇയർ ഡിപ്ലോമ ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 3 ഇയർ ഡിപ്ലോമയാണ് വേണ്ടത്. അത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പർ, TV എഞ്ചിനീയറിംഗ്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, സൗണ്ട് ആൻഡ് TV എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കാണ് ഈ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയുക. ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ പറയുന്ന മുഴുവൻ ഡീറ്റെയിൽസും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാകും. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുക്കുന്നതാണ്. ഇനി എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ആൻഡ് BD നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബിരുദമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ആൻഡ് BD എന്ന പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിന് വേണ്ടതും 3 ഇയർ ഡിപ്ലോമയാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഇയർ ഡിപ്ലോമ ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലോട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം യോഗ്യത പറയുന്നത് ITI ആണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ നോക്കുമ്പോൾ അതിനു വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അതുപോലെ തന്നെ 2 ഇയർ ITIയുമാണ്. ആ ITI SCVTO NCVTO അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ITI ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിന് വേണ്ട ട്രേഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ, ഇലക്ട്രീഷ്യൻ, വയർമാൻ തുടങ്ങിയ ഏതെങ്കിലും ട്രേഡിൽ ഈ ITI ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനു വേണ്ട അടിസ്ഥാന യോഗ്യത പറയുന്നത് 10th അതുപോലെ തന്നെ 2 ഇയർ ITIയുമാണ്. ഈ ITI സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SCVTO NCVTO അപ്രൂവ്ഡ് ആയിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, TV ആൻഡ് റേഡിയോ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ ഏതെങ്കിലും ട്രേഡിൽ ITI ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് BD എന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിനുവേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10th അതുപോലെ തന്നെ 2 ഇയർ ITIയുമാണ്. ഇതിൽ ഏത് ട്രേഡ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്കും ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ആൻഡ് BD എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് സ്പെഷ്യലായിട്ട് ഈ ട്രേഡ് എടുത്തവർക്ക് മാത്രമേ ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഇല്ല. ഏത് ട്രേഡ് ആയാലും അവർക്ക് ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ BD എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിനറി ഏതെങ്കിലും ഒരു ബിരുദം എടുത്ത ഉദ്യോഗാർത്ഥികൾക്കും ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ആൻഡ് BD എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റായ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ ഇതിനു വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അതുപോലെ തന്നെ 2 year കംപ്ലീറ്റ് ആയിട്ടുള്ള ITIയുമാണ്. മറ്റു പോസ്റ്റുകളിലേതുപോലെ തന്നെ SCVTയോ NCVTയോ അപ്രൂവ് ആയിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അതുപോലെ തന്നെ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മോട്ടോർ മെക്കാനിക്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ ഏതെങ്കിലും ട്രേഡിൽ ITI എടുത്തവർക്കായിരിക്കും ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ 60% കുറയാതെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിൽ പറയുന്ന എല്ലാ പോസ്റ്റുകളിലോട്ടും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ നോക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വരുന്ന മറ്റൊരു ഡൗട്ടാണ്, ഇപ്പോൾ അവസാന ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നത്. ഇവിടെ കഴിയില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് പാസ്സായി സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ മാനേജറിന് 18 to 27 വയസ്സ് വരെയും, എക്സിക്യൂട്ടീവിന് 18 to 30 വയസ്സ് വരെയും, ജൂനിയർ എക്സിക്യൂട്ടീവിന് 18 to 30 വയസ്സ് വരെയും ആയിരിക്കും ഏജ് ലിമിറ്റ്. 1/1/2021 അടിസ്ഥാനത്തിലാണ് ഏജ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ SC, ST, OBC, EWS തുടങ്ങിയ കാറ്റഗറീസിനെല്ലാം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതിയാകും. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ജൂനിയർ മാനേജർ, സിവിൽ, ഓപ്പറേഷൻ ആൻഡ് BD, മെക്കാനിക്കൽ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മാത്രമാണ് ഇൻ്റർവ്യൂ ഉള്ളത്. ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും ഇൻ്റർവ്യൂ ഇല്ല. ഇതിൻ്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കൽ ടെസ്റ്റുമാണ്. ഇതിൽ ജൂനിയർ മാനേജറിന് മാത്രം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ BD ആ പോസ്റ്റിലേക്ക് മാത്രം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ മോഡിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലേക്കായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുക. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറായിരിക്കും. അത് 2-3 സെക്ഷനായിട്ടായിരിക്കും എക്സാമിനേഷൻ നടത്തുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഈ എക്സാമിനേഷനും നെഗറ്റീവ് മാർക്കുണ്ട്. 0.25 ആണ് നെഗറ്റീവ് മാർക്ക്. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റിക്കുകയാണെങ്കിൽ ഇവിടെ 1 മാർക്ക് നെഗറ്റീവ് ആകുന്നതാണ്. ഇനി എക്സാമിനേഷൻ സിറ്റീസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും അടുത്തായി തിരുവനന്തപുരവും ചെന്നൈയും മാത്രമാണ് എക്സാമിനേഷൻ സെൻറ്റർ വന്നിട്ടുള്ളത്. കേരളത്തിൽ മാത്രമായി തിരുവനന്തപുരം മാത്രമാണ് എക്സാമിനേഷൻ സെൻറ്ററായി അനുവദിച്ചിട്ട് തന്നിട്ടുള്ളൂ. ഇനി എക്സാമിനേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ജൂനിയർ മാനേജർ പോസ്റ്റിലേക്ക് 1000 രൂപയും, എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് 900 രൂപയും, ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് 700 രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീസ്. അതുപോലെ SC, ST, PWBD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. 23 ജൂലൈ 2021 ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വീഡിയോയെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഓരോ ജോബ് നോട്ടിഫിക്കേഷൻസും മിസ്സാവാതിരിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്